ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ, നമ്മുടെ നയനയോട് വേഗം ഫ്രഷായി റെഡിയായി നിന്നു, ഞാൻ പുറത്ത് പോയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്നിങ്ങനെ പറയുവാണ് ആദർശ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തായിരിക്കും ആദർശേട്ടൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ആലോചിച്ച് നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഒരു രക്ഷയില്ല, ഒരു കാര്യങ്ങളും ആലോചിച്ചിട്ട് അത്രയ്ക്ക് അങ്ങ് കിട്ടണില്ല. എന്തായിരിക്കും കാര്യം എന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നയന അവിടെ ആലോചനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആദർശ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരിക, അതായത് പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ അനിയും അതുപോലെ മുത്തശ്ശിയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം നവ്യ എവിടെയുണ്ട്. അപ്പോൾ നവ്യയെ കുറേയൊക്കെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുത്തശ്ശി. നവ്യയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഒരു ഇതൊക്കെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ നവ്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആദർശ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ, മോനെ ആദർശ് നീ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊന്ന് പുറത്ത് വരെ പോവുകയാണ് മുത്തശ്ശി എന്നിങ്ങനെ പറയുമ്പോൾ, പുറത്തേക്ക് പോവുകയാണോ? നീ അങ്ങനെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നിനക്ക് നയനമോളെ ഒന്ന് കൂടെ കൂട്ടിയാൽ എന്താ? നീ എന്തിനാ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകുന്നത്? നയനമോൾക്കും ആഗ്രഹം കാണില്ലേ നിൻ്റെ കൂടെ പുറത്തേക്ക് വരാനും അതുപോലെ നിൻ്റെ കൂടെയൊക്കെ ഒന്ന് കറങ്ങാനും ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആ മോളെ നിനക്കൊന്ന് കൊണ്ടുപോയാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ അനി അത് ഏറ്റുപിടിച്ചു. അനി ഞാനവളെ പുറത്ത് കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞില്ലല്ലോ മുത്തശ്ശി, അവളെ ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോയിക്കോളാം എന്നങ്ങനെ ആദർശ് പറഞ്ഞപ്പോൾ നമ്മുടെ അനി ഇങ്ങനെ പറഞ്ഞു, അതേ ഏട്ടത്തെയും കൊണ്ട് പുറത്തേക്ക് പോകാമെന്ന് പറയുന്നതല്ലാതെ പുറത്തേക്ക് പോകുന്നതൊന്നും ഇതുവരെ ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്? അവളെ കൊണ്ട് ഞാൻ എവിടേക്ക് പോകണമെന്നാണ് നീ പറയുന്നതെന്ന് ചോദിച്ചപ്പം, സ്വന്തം ഭാര്യ പാർക്കിലോ ബീച്ചിലോ ഹോട്ടലിലോ സിനിമയ്ക്കോ എവിട്ടാ വേണമെങ്കിലും കൊണ്ടുപോകാം, എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകണമെന്ന് ഇന്ന സ്ഥലമൊന്നുമില്ല. പക്ഷേ അങ്ങനെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു മനസ്സ് വേണം, പിന്നെ ഭാര്യയെ കൂടെ കൂട്ടിക്കൊണ്ട് പോകണമെന്നുള്ളൊരു താല്പര്യം വേണം. അങ്ങനെയൊന്നും ഇല്ലാത്ത ആളോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് അനി ഇങ്ങനെ നമ്മുടെ ആദർശിനെ വാശി പിടിപ്പിക്കുന്നു. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശ് പറഞ്ഞു, എടാ നീ ഇച്ചിരി ഓവറാകുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അവൻ ഓരോ ഓവറും ആകുന്നില്ല. അവൻ പറഞ്ഞത് ശരിയല്ലേ മോനെ, അവളെയും കൊണ്ട് നിനക്ക് എങ്ങനെയൊക്കെ ഒന്ന് പോയാലെന്താ? നിന്നോടൊപ്പം പുറത്തേക്കൊക്കെ വരാൻ മോൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ എന്നൊക്കെ മുത്തശ്ശി ചോദിച്ചപ്പോൾ അങ്ങനെ ആദർശ് കൊണ്ടുപോകാമെന്ന് ഇവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ ആദർശ് ഇത് ഇവരോട് പറയുന്നത് കേട്ടപ്പോഴേക്കും നവ്യയ്ക്ക് കുശുമ്പ് കയറി. നവ്യ കുശുമ്പും പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇനി അവളെ പുറത്തേക്ക് കൊണ്ടുപോകാത്ത കുഴപ്പം കൂടിയേ ഉള്ളൂ എന്നൊക്കെയാണ് അവിടെ നിന്ന് മനസ്സിൽ നമ്മുടെ നവ്യ ചിന്തിക്കുന്നത്. അപ്പോൾ എന്തായാലും മോനെ, നിനക്ക് കിട്ടിയ ഭാഗ്യമാണ് അവളെന്നും അതുപോലെ തന്നെ ആ മോളില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊക്കെ നിനക്കറിയാമല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരിക്കലും അവളെ നീ വേദനിപ്പിക്കരുത്. അവളെ വേദനിപ്പിച്ചാൽ അത് നിനക്കൊരിക്കലും നല്ലതിനാവില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. പിള്ള മുത്തശ്ശിയെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോയി. ആദർശ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നയനയും അതുപോലെ ആദർശം തമ്മിലുള്ള ആ ഒരു ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അനിയും മുത്തശ്ശിയും കൂടി ഇങ്ങനെ ഇരുന്ന് പറയാം. ഇപ്പം മുത്തശ്ശി ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ആദർശേട്ടനെ ഇപ്പോൾ ഏട്ടത്തിയോട് സ്നേഹമൊക്കെ ഉണ്ട്, അത് പതുക്കെ അത് ഒരുപാടായിക്കോളും. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഓർത്ത് ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് മുത്തശ്ശിയെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ അനി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യയ്ക്ക് ഒരു ഞെട്ടൽ. ദൈവമേ, അവളോട് അവന് കൂടുതൽ സ്നേഹമായോ, ഇനിയിപ്പോൾ എല്ലാം കൈവിട്ട് പോയോ എന്നൊക്കെ ഇരുന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നവ്യ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ നവ്യ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയല്ലേ. അന്നേരം മുത്തശ്ശി നവ്യയെ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, മോളെ മോൾക്ക് ഇപ്പോൾ പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്തതിൻ്റെ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് കേട്ടോ മുത്തശ്ശി അങ്ങനെയൊന്നും പറയാത്തത്. മോൾക്കിപ്പോൾ ശരിക്കും റെസ്റ്റ് വേണ്ട സമയമല്ലേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് കാര്യമായിട്ട് തന്നെ നമുക്ക് അഭിയോട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ നവ്യയോട് പറഞ്ഞു. നവ്യക്കൊന്നും അത്ര പിടിച്ചില്ല. നവ്യ വേണ്ടേ, എനിക്ക് പുറത്തേക്കൊന്നും പോകണമെന്നില്ല മുത്തശ്ശി എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകണം. എനിക്ക് ആരുടെ ശുപാർശ കൊണ്ട് പുറത്തേക്കൊന്നും പോകണ്ടെന്നും പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോവുക. ആ സമയത്ത് നമ്മുടെ അനി പറഞ്ഞു, ഒരിക്കലും നമ്മുടെ നയനേച്ചയല്ല നയനേട്ടത്തെയല്ല നവ്യ ഏട്ടത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അത് നീ പറഞ്ഞത് 100% ശരിയാണെന്നുള്ള കാര്യം മുത്തശ്ശിയും അനിയോട് പറയുക. അങ്ങനെ ഇവർ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഇവരങ്ങ് പോവുകയും ചെയ്തു. പിന്നെ നമ്മുടെ ആദർശ് പുറത്ത് പോയി ചെയ്യുന്നത് വേറൊന്നുമല്ല, നമ്മുടെ നയനയ്ക്ക് നല്ലൊരു സാരി വാങ്ങിച്ചു. അങ്ങനെ ഒരു വലിയ കടയിൽ കയറി ഇങ്ങനെ സാരിയൊക്കെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ സാരി എടുത്തോളാൻ പറഞ്ഞു, അത് പാക്ക് ചെയ്തോളാൻ പറഞ്ഞു. കുറച്ചങ്ങ് കഴിഞ്ഞത് നീങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് മുല്ലപ്പൂ ചൂടാൻ ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പോൾ ആരും അറിയാതെ മുല്ലപ്പൂ കൂടി അങ്ങ് മേടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് ആശാൻ എന്നെ ചെയ്തു, മുല്ലപ്പൂവും വാങ്ങിച്ചു. അങ്ങനെ ആ 2 കൂട്ടം വാങ്ങിച്ചുകൊണ്ടാണ് നയനക്കരികിലേക്ക് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആദർശേട്ടൻ പറഞ്ഞത് ആദർശേട്ടൻ വരുമ്പോഴേക്കും ഫ്രഷായിട്ട് നിൽക്കാനല്ലേ. അപ്പോൾ ആ ഒരു ഇത് അനുസരിച്ചുകൊണ്ട് നമ്മുടെ നയന നേരെ കയറി കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു.
കുളിയൊക്കെ കഴിഞ്ഞ് വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദർശ് അന്നേരത്തേക്കും ഈ സാധനവും മേടിച്ച് റൂമിലേക്ക് വന്നു. അപ്പോൾ ആദർശ് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഫ്രഷ് ആയോ എന്ന് ചോദിച്ചു നയനയോട്. ആദർശേട്ടനല്ലേ പറഞ്ഞു, ആദർശേട്ടൻ വരുമ്പോഴേക്കും ഫ്രഷായി നിൽക്കാനായിട്ട് ഞാൻ ഇപ്പോൾ കുളി കഴിഞ്ഞ് ഇറങ്ങിയതേ വേഗം റെഡി ആകാൻ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ റെഡി ആയിക്കോ, ഈ സാരി ഉടുത്ത് നീ റെഡി ആയിക്കോളാൻ പറഞ്ഞു. സാരിയോ എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുമ്പോഴേക്കും കയ്യിലിരുന്ന സാരി എടുത്ത് ആദർശ് നയനയ്ക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടി. ഇതെന്താ ഇത്, തുറന്ന് നോക്കാം എന്താണെന്ന്. അപ്പോഴേക്കും നമ്മുടെ നയനെ അത് തുറന്ന് നോക്കിയപ്പോൾ അത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ സാരി. ആ സാരിയും അത് കണ്ടു കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് ഒത്തിരി സന്തോഷമായേ. ഇതെന്താ ഇതിപ്പോൾ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണോ, ആദർശേട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നല്ലാതെ നിനക്ക് വാങ്ങിച്ചത് കൊണ്ടല്ലേ നിൻ്റെ കൈകളിലേക്ക് ഞാൻ തന്നത്, എങ്ങനെയുണ്ട് എൻ്റെ സെലക്ഷൻ, കൊള്ളാമോ എന്ന് ചോദിച്ചു. എനിക്കിഷ്ടമായി, ഈ കളറ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കളറാണ്. പിന്നെ ആദർശേട്ടൻ സ്നേഹത്തോടെ എന്ത് വാങ്ങിച്ചു തന്നാലും എനിക്കതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതെത്ര മോശം സാധനമായാലും എത്ര വലിയ സാധനമാണെങ്കിലും അത് ഞാൻ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആയിക്കോട്ടെ വേഗം ചെന്ന് റെഡിയായിട്ട് വരാൻ ആദർശ് നയനയോട് പറഞ്ഞു. അപ്പം ഞാൻ വേഗം വരാമെന്നും പറഞ്ഞു. ആ ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ നയന റെഡി ആകാനായിട്ട് വേഗം അങ്ങ് പോയി. അങ്ങനെ ആ സാരിയും കയ്യിൽ പിടിച്ച ആ നിമിഷം നമ്മുടെ നയന കുറേ നേരം ഇങ്ങനെ നിന്നു. എന്തായിരിക്കും ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം സംഭവിക്കാൻ, ആദർശേട്ടൻ എന്തുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ സാരിയൊക്കെ വാങ്ങിച്ച് തന്നത് എന്ന ആ ഒരു ചിന്തയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇതേ സമയത്ത് നവ്യ റൂമിൽ പോയിരുന്ന് ആദർശം നയനയും തമ്മിൽ ഇനി പ്രണയമാകുമോ, അവർ തമ്മിലുള്ള ജീവിതം ക്ലച്ച് പിടിക്കുവോ പച്ച പിടിക്കുവോ എന്നൊക്കെയുള്ള ടെൻഷനിൽ ഇരിക്കുക. അവളുടെ ജീവിതം നശിച്ചു പോകുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ എനിക്കാണല്ലോ ഒരു ജീവിതം ഇല്ലാതായിപ്പോയത്, അവളുടെ ജീവിതം ഇപ്പോൾ ദേ കരയ്ക്കടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ഓർത്ത് കുശുമ്പുമായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയന സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ വന്ന് ആദർശിൻ്റെ മുന്നിൽ നിൽക്കുക. ആദർശിൻ്റെ മുന്നിൽ വന്ന് നിന്ന് നയനയെ കണ്ടപ്പോഴേക്കും ആദർശിന് വലിയ സന്തോഷമായി. എങ്ങനെയുണ്ട് എൻ്റെ സെലക്ഷൻ, അടിപൊളിയല്ലേ എന്ന് ചോദിച്ചു. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ആദർശേട്ടാ, എനിക്ക് ഒത്തിരി ഇഷ്ടമായെന്ന്. പിന്നെ ആദർശേട്ടൻ വാങ്ങിച്ചു തന്നത് എനിക്ക് നിധിയാണെന്നൊക്കെ വീണ്ടും നയന ഇങ്ങനെ പറയുന്നു. അങ്ങനെ റെഡിയായി വന്ന് നിന്ന് കഴിഞ്ഞപ്പം നമുക്കെന്നാൽ പോകാം, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്നൊക്കെ ആകാംക്ഷയോടെ നയന ഇങ്ങനെ ചോദിച്ചപ്പോൾ അതൊക്കെ ഇപ്പോഴേ അറിയണം, ചെന്ന് കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ പോരേന്ന് ആദർശം ചോദിച്ചു. മതി, ആദർശേൻ്റെ കൂടെയല്ലേ വരുന്നത്, എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഒരു സാധനം കൂടി ഉണ്ടെന്നും പറഞ്ഞു ആദർശ കയ്യിൽ നിന്ന് മുല്ലപ്പൂ എടുത്ത് കൊടുത്തു. ഇത് തലയിൽ വെച്ചോളാൻ പറഞ്ഞു. മുല്ലപ്പൂ, ഇത് പറ്റിയത്, ഇതെന്താ പതിവില്ലാതെ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചപ്പം നിനക്ക് മുല്ലപ്പൂ ചൂടുന്നത് ഒരുപാട് ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിച്ച് തന്നതെന്ന് പറയുമ്പോൾ അല്ല ആദർശേട്ടൻ എനിക്ക് ഇതൊക്കെ വാങ്ങിച്ചു തന്നു എന്ന് അമ്മയെങ്ങാനും അറിഞ്ഞാൽ അമ്മ വിഷയം ഉണ്ടാക്കില്ലേ, അമ്മ വഴക്കുണ്ടാക്കിയാൽ എന്ത് ചെയ്യും, എന്തു പറയും അമ്മയോട് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പം അമ്മയ്ക്ക് നിന്നോടുള്ള മനോഭാവത്തിൽ മാറ്റമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അതുമാത്രമല്ല നിന്നോട് ഞാൻ അടുപ്പം കാണിക്കുന്നത് അല്ലെങ്കിൽ നിന്നോട് ഞാൻ സ്നേഹത്തോടെ സംസാരിക്കുന്നതിനൊന്നും അമ്മയ്ക്കൊരു പ്രശ്നവുമില്ല, നിന്നെയും കൊണ്ട് പുറത്തൊക്കെ പൊക്കോളാൻ അമ്മ തന്നെ എന്നോട് പറഞ്ഞത്, അപ്പം പിന്നെ ആരെയാണ് പേടിക്കേണ്ടതെന്ന് ചോദിച്ചു. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞോ, അമ്മ പറയാത്ത കാര്യം ഞാൻ എന്തായാലും പറയില്ലല്ലോ എന്ന് ആദർശം പറഞ്ഞേ. അപ്പോൾ മുല്ലപ്പൂ തലയിൽ ചൂടിക്കോളാൻ പറഞ്ഞു. എന്നൊരു കാര്യം ചെയ്യുക, ഈ മുല്ലപ്പൂ വാങ്ങിച്ചുകൊണ്ട് വന്ന ആൾ തന്നെ എൻ്റെ തലയിൽ ചൂടി തരുമോ എന്ന് നയന ചോദിച്ചപ്പോൾ ആദർശ് ആ പൂ നയനയുടെ തലയിൽ ചൂടി കൊടുക്കുക. അങ്ങനെ പൂ ചൂടി ആദർശ് കൊടുക്കുന്നതൊക്കെ ആസ്വദിച്ച് സന്തോഷത്തോടെ നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ തലയിൽ ആ പൂ ചൂടിയിട്ട് അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആദർശ് നയനയോട് ഇങ്ങനെ പറഞ്ഞു, ഈ മുല്ലപ്പൂ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാധനമാണെന്ന് പറഞ്ഞു. അങ്ങനെ മുല്ലപ്പൂ അണിഞ്ഞ പെൺകുട്ടിയെ എത്ര കണ്ടാലും മതിയാവില്ലെന്നും മുല്ലപ്പൂ അണിഞ്ഞ പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക വാസനയാണെന്നും അതുമാത്രമല്ല അത് എത്ര സെൻറ്റ് പൂശിയാലും ആ ഒരു വാസനയ്ക്ക് ഒപ്പം എത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ടപ്പം നയന ഇങ്ങനെ ആദർശിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇതൊക്കെ സ്വപ്നമാണോ ആദർശേട്ടാന്ന് ചോദിച്ചു. ഒരിക്കലും സ്വപ്നം ആകരുതേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നും നയന പറഞ്ഞു. അപ്പോൾ ഇതൊന്നും ഒരു സ്വപ്നമല്ലെന്നും പറഞ്ഞ് നയനയെ ചേർത്ത് പിടിക്കുക ആദർശം. അപ്പോഴേക്കും നമ്മുടെ നയന ആദർശിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം, അവർ തമ്മിലുള്ള ആ ഒരു പ്രണയം അവിടെ മുട്ടിടുകയാണ്. അങ്ങനെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് തൻ്റെ കഠിനാധ്വാനം കൊണ്ട് ആദർശിനെ കീഴടക്കി തൻ്റേതാക്കി മാറ്റി നമ്മുടെ നയന. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധവും അതുപോലെ തന്നെ ഇനിയിപ്പം നയനയെ ഒറ്റയടിക്ക് നമ്മുടെ ദേവയാനിക്ക് ഇത്രയ്ക്ക് എതിർത്ത് പറഞ്ഞിട്ടേ ഒറ്റയടിക്ക് കയറി അംഗീകരിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇവിടെയും തൊടാതെ ദേവയാനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്കിടയിലുള്ള എല്ലാ വലിയ മഞ്ഞുമലകളും ഉരുകി താഴെ വീണു വെള്ളമായി പോയി. ഇവരുടെ ജീവിതവും അതുപോലെ തന്നെ ഇങ്ങനെ നല്ല മനോഹരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇവരുടെ ജീവിതം മനോഹരമാകും തോറും നമ്മുടെ
നവ്യയുടെ ജീവിതം അവിടെ ദുരിതക്കടലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. താങ്ക്